നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ശ്യാമയെ അവിടെ കൊണ്ടുവന്നാക്കാം. സത്യാമ്മ ഇറക്കി വിടുന്നൊന്ന് കാണട്ടെ. ഗോപാലകൃഷ്ണനെ സത്യാമ്മയ്ക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട് നടക്ക് ശാരദാമ്മേ, മോളെ നടക്ക് വാ. ഓ ഈ കുഞ്ഞിന്റെ ഒരു കാര്യം. എന്നാ വാ. സത്യേ ദാ വരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയിക്കട്ടോ. എന്തായി ബ്രോ? അവിടെ ഇല്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ നമ്മൾ തിരക്കുന്നേ? നീ സമാധാനപ്പെട്, നമുക്ക് കണ്ടുപിടിക്കാം. എടാ, നീ അവിടെ ഒന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കി. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചിനെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. ചേച്ചിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി, എന്തായി? ഇല്ല. ഗോപാലേട്ടാ, എവിടെ? കുഞ്ഞിനെ കണ്ടില്ലല്ലോ. പപ്പിയെ പറ്റി ഒരു വിവരം കിട്ടിയില്ലേ ഗോപാലേട്ടാ? ഇല്ല ശാരദേ, രാത്രി മുഴുവൻ ഞാൻ അന്വേഷിച്ചു. സംശയമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തിരക്കി. ഈശ്വരാ. ആ റെയിൽവേ പുറമ്പോക്കിലൊരു നാടോടി സംഘം തമ്പടിച്ചിട്ടുണ്ട്. വെറുതെ സംശയം തീർക്കാനായിട്ട് അവിടെയും പോയി. എല്ലാവരെയും തട്ടി ഉണർത്തി ചോദ്യം ചെയ്തു. എന്തിനു പറയുന്നു, അവരുമായി വാക്ക് തർക്കവും ചെറിയ പിടിയും വലിയും ഒക്കെ നടന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അയ്യോ ഗോപാലേട്ടാ, ഇനിയിപ്പോ അന്വേഷിച്ചു പോകാൻ ഒരു സ്ഥലവും ഇല്ലെന്ന് വേണം പറയാൻ. ഓ ഈശ്വര. അയ്യോ എന്റെ മോള്. മോള് സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇനി എന്ത് ചെയ്യും ഗോപാലേട്ടാ? അവർക്കും കുഞ്ഞിനെ കിട്ടിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കിട്ടിയിരുന്നെങ്കിൽ ആ പൊന്നെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞേനെ. പേടിക്കണ്ട. ഇന്നലെ കളക്ടറിലെ പോലീസിനെ വിളിച്ചിട്ട് കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത്. അവർ ഒരു ഉപേക്ഷയും കാണിക്കില്ല. പിന്നെ എന്റെ 4-5 പരിചയക്കാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. സത്യേ, ഞങ്ങൾ ആരും രാത്രി ഉറങ്ങിയിട്ടില്ല. ഓരോരോ സങ്കടങ്ങളും പറഞ്ഞ് നേരം വെളുപ്പിച്ചു. ഇതിനിടയിൽ മോളെ കിട്ടാൻ നേരാത്ത നേർച്ചകളില്ല. എന്നിട്ട് ഫലം കാണുന്നില്ലല്ലോ ഈശ്വര.
അങ്ങനെ അങ്ങ് നിരാശപ്പെടാതെ. ഇന്നാൾ ഇതുപോലെ കൊല്ലത്തുനിന്നൊരു കുട്ടിയെ കാണാതായിട്ട് പിറ്റേ ദിവസം വൈകിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടിയത്. ഇതും അങ്ങനെ സംഭവിക്കൂ. വാ പപ്പി. അല്ല, മോളെ, ശാലിനി എവിടെ? കണ്ടില്ലല്ലോ. അവള് രാവിലെ തന്നെ പോയി. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പ് പോലീസുകാരെയൊക്കെ വീണ്ടും ഫോൺ വിളിച്ച് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവള് പോയത്. കുഞ്ഞേച്ചി ഇവിടുന്ന് പോയിരിക്കുന്നേ ഉള്ളൂ. കളക്ടർ ആണെങ്കിലും കുഞ്ഞേച്ചി ഒരമ്മയല്ലേ, നെഞ്ചു പെടഞ്ഞ പോയിരിക്കുന്ന. ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിവർത്തിയില്ല. ഓരോ പദവിയിലിരിക്കുമ്പോ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഏതായാലും നീ അങ്ങോട്ട് മടങ്ങിപ്പോണം. ഈ സമയത്ത് നീ നിൽക്കേണ്ടത് അവിടെയാ. അല്ല ഗോപാലേട്ടാ, ഇന്നലെ സത്യാമ്മ ഇവളെ അവിടെ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് അങ്ങനെ തല്ലാനും പുറത്താക്കാനും തക്ക തെറ്റൊന്നും ശ്യാമ ചെയ്തിട്ടില്ലല്ലോ. ഇതിന് പിന്നിൽ കാർത്തികയാണെന്നൊരു സംശയം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അല്ല, അത് നമ്മള് പറയുന്നല്ലേ ഗോപാലേട്ടാ. മാത്രല്ല, പപ്പിമോളെ ഇതുവരെ തിരികെ കിട്ടിയിട്ടുമില്ല. ആ സ്ഥിതിക്ക് വീണ്ടും ഇവൾ അവിടെ ചെന്ന സത്യാമ്മ ഇറക്കി വിട്ടാലോ? നീ ഒന്ന് വെറുതെ ഇരിക്കും ശാരദ. അങ്ങനെ തോന്നുമ്പോ ഇറക്കി വിടാൻ എന്റെ മക്കളെന്താ സത്യഭാമയുടെ കളിപ്പാവാളാണോ? മുമ്പ് ശാലിനിയുടെ കാര്യത്തിൽ അവൾ 5-6 വർഷം ഒളിച്ചു താമസിച്ചു എന്നൊരു ന്യായം ഉണ്ടായിരുന്നു. ശ്യാമയുടെ കാര്യം അങ്ങനെയല്ല. ആളും പേരും അറിഞ്ഞ് താലി കെട്ടി ഒരുമിച്ച് ജീവിക്കുന്നവരാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ശ്യാമയെ അവിടെ കൊണ്ടുവന്നാക്കാം. സത്യാമ്മ ഇറക്കി വിടുന്നൊന്ന് കാണട്ടെ. ഗോപാലേട്ടാ, ഗോപാലകൃഷ്ണനെ സത്യാമ്മയ്ക്ക് ശരിക്കും അറിയാത്തതുകൊണ്ട്. ശ്യാമേ, നമുക്കിപ്പോ തന്നെ പോവാം. അല്ലച്ച, അവര് ഞാൻ പറഞ്ഞില്ലേ, ശാലിനിയെ പോലെ അല്ല. ഇന്ന് വരെ ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടും ഒരു കുറ്റവും കുറവും ചെയ്യാത്തവളാ നീ. അതൊന്ന് നേരിട്ട് പറയേണ്ടതേ ഈ അച്ഛന്റെ കടമയാ. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. വാ വാ. അച്ഛ, ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.